ഏവർക്കും സ്വാഗതം. നമസ്കാരം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ക്രിസ്ത്യാനികൾക്കും അക്രൈസ്തവർക്കും ഏതാണ്ട് ഒരുപോലെ പരിചയമുള്ള മഹാത്മാഗാന്ധിയെ വളരെയധികം ആകർഷിച്ച യേശുവിൻ്റെ ഭാഗ്യവചനങ്ങൾ, ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അതിനെപ്പറ്റി നിലവിലിരിക്കുന്ന ധാരണയിൽ നിന്ന് അല്പം വേറിട്ട് ഒരു ആശയ സാധ്യതയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ധൈര്യപ്പെടുന്നു. ഈ ധൈര്യപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാതെ പറഞ്ഞതല്ല. നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വസ്തുതകളെ മനസ്സിലാക്കുന്ന വിധത്തിൽ നിന്ന് വ്യത്യാസമുള്ള എന്തെങ്കിലും അവതരിപ്പിക്കുവാൻ ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമായത് ധൈര്യമാണ്. കാരണം എക്കാലത്തും എല്ലാ സമൂഹങ്ങളുടെയും മധ്യത്തിൽ നിലവിലിരിക്കുന്ന ധാരണകളെ കവച്ചു വെച്ച് അല്ലെങ്കിൽ അവയ്ക്ക് വിപരീതമായി ആര് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ, വെളിപ്പെടുത്തിയിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളായി കാണുകയും കഴിയുമെങ്കിൽ അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട പേരാണ് സോക്രട്ടീസിൻ്റേത്. അതിനുശേഷം തീർച്ചയായും എല്ലാ ക്രിസ്ത്യാനികളുടെയും മനസ്സിലുള്ള പേരാണ് യേശുക്രിസ്തു. യഹൂദൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആത്മീയമായ സത്യങ്ങളും സാധ്യതകളും വെളിപ്പെടുത്തുവാൻ യേശു ധൈര്യം കാണിച്ചതുകൊണ്ടാണ് അവനെ കൊന്നൊടുക്കിയെങ്കിൽ മാത്രമേ യഹൂദ മതത്തിന് സംരക്ഷണം നൽകുവാനും അതിനെ നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് അതിൻ്റെ ചുമതലയിലായിരുന്ന പുരോഹിത വർഗം അവസാനമായി തീരുമാനിക്കുകയും അപ്രകാരം റോമൻ സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടെ യേശുവിനെ ക്രൂശിൽ തറച്ച് ഇല്ലാതാക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം. പിന്നെ മനുഷ്യചരിത്രം പഠിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു മർമ്മം നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ആളുകൾ വച്ചു പുലർത്തുന്ന ധാരണകൾ, അവയെ തിരുത്തുന്ന വിധത്തിൽ ആരെന്തെങ്കിലും പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്താൽ അവർക്ക് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം വെച്ച് പുലർത്തുന്ന ആ അടിയിരിപ്പുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അവയെ കവച്ചു വെച്ചെങ്കിൽ മാത്രമേ, അവയെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ, പുരോഗമിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പം ഞാൻ ഈ കസേരയിൽ തന്നെ ഇരുന്നു കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകണം, എന്നാൽ ഈ കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുകയുമില്ല എന്ന് പറയുന്നത് തികച്ചും യുക്തിരാഹിത്യമാണ്. ഒരു വിധത്തിലുള്ള ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷേ ആശയങ്ങളുടെ സാഹചര്യത്തിൽ വരുമ്പോൾ അതാരും മനസ്സിലാക്കുവാൻ കൂട്ടാക്കുന്നുമില്ല എന്നത് വിചിത്രമായൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഭാഗ്യവചനങ്ങൾ ധ്യാനിക്കുന്നതിൽ കൂടെ ലഭ്യമായ ഒരു പ്രത്യേക ചിന്തയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അത് എന്താണ്? നിങ്ങൾ ഭാഗ്യവചനം ഒന്ന് ശ്രദ്ധിച്ച് പരിഗണിക്കുമെങ്കിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരഞ്ഞ് വിലപിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, അങ്ങനെ മറ്റും. ഇതിലേതെങ്കിലും ഒരു കാര്യം, ഈ ഭാഗ്യം അതിൻ്റെ ഉള്ളടക്കങ്ങൾ യേശു വെളിപ്പെടുത്തുന്നു. ഇതിലേതെങ്കിലും
ഒരൈറ്റം നമുക്ക് അനുഭവവേദ്യമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ എന്ന് നാം അന്വേഷിക്കണം. അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പരിഗണിച്ച് നോക്കണം. ഭാഗ്യവചനങ്ങൾ ഇതാണ് എൻ്റെ അർത്ഥം ഇതാണെന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്ന ആളുണ്ടാകും. പക്ഷേ ഇത് നിങ്ങളാരെങ്കിലും, ഇപ്പം ദരിദ്രർ ഭാഗ്യവാന്മാർ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദരിദ്രരായിക്കൊള്ളൂ, അതുകൊണ്ട് എനിക്ക് യേശു അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇന്ന് തൊട്ട് ദാരിദ്ര്യം മതി എന്ന് പറയുന്ന ഒരു വിശ്വാസിയെയോ ഒരു പുരോഹിതനെയോ ഒരു മെത്രാനെയോ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്? ഞാനും അങ്ങനെ ദാരിദ്ര്യം ഏറ്റുവാങ്ങുന്ന ആളല്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും നമ്മുടെ ഇടയിൽ ആരുമില്ല. എന്നാലത് സുവിശേഷത്തിൽ ഇങ്ങനെ കിടക്കുന്നു, അതുകൊണ്ട് വലിയ സംഭവമാണെന്ന് പറയുകയും അതുമായി യാതൊരു ബന്ധവുമില്ലാതെ നാം ജീവിക്കുകയും ചെയ്യുകയാണ്. ഇപ്പം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ സമാധാനമില്ലാത്തത്? എത്രയോ വർഷങ്ങളായി ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുന്നു. അവരോടൊന്ന് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? സീറോ മലബാർ സഭയിലെ കുറുവടി തർക്കം, അവിടെ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിലൊന്നും ആരും വിശ്വസിക്കുന്നില്ല, അതിലൊരു കഴമ്പുണ്ടെന്ന് ആരും കരുതുന്നുമില്ല. അങ്ങനെയൊരു അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. എന്നാൽ എന്തുകൊണ്ടാണ് യേശു ഇതിങ്ങനെ പ്രസ്താവിച്ചത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങൾ അല്പം തുറന്ന മനസ്സോടെ ഞാൻ പറയാൻ പോകുന്ന സാധ്യതയെ ഒന്ന് പരിഗണിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. യേശു വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പഠിപ്പീരുകൾ അവതരിപ്പിക്കുന്നത്. ലോകത്തിൽ ആരും ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കുകയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടാണ് യേശു ഇത് പഠിപ്പിച്ചത്. പിന്നെ എന്തിനാണ് ഇത് പഠിപ്പിച്ചത്? അവിടെയാണ് ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മറഞ്ഞു കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രമാത്രമാണ്. നമുക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യം, നമ്മുടെ ചിന്താലോകത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ആകമാനം ഒരു ഇക്വിലിബ്രിയം, ഒരു ബാലൻസ് ഉണ്ടാകുക ആവശ്യമാണ്. ഫിസിക്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, രണ്ട് ശക്തികൾ, തുല്യശക്തികൾ ഈ വ്യത്യസ്തമായ ദിശയിലേക്ക് വലിക്കുമ്പോഴാണ്, പുള്ളിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരു വസ്തു അവിടെ നിൽക്കുന്നത്. ഇപ്പം നിർജീവമായൊരു കല്ലവിടെ കിടക്കും, അതിന് കുഴപ്പമില്ല. എന്നാൽ മനുഷ്യൻ നിർജീവമായൊരു വസ്തുവല്ല, അവൻ ചലിക്കുന്നവനാണ്. അപ്പോൾ ചലിക്കുന്ന എന്തിനേയും നിലനിർത്തുവാൻ അങ്ങോട്ടുള്ള വലി പോലെ ഇങ്ങോട്ടൊരു വലി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് അങ്ങനെയാണ്. ഒരു ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകും. സെൻട്രിപെറ്റൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിലോട്ട് വലിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ തന്നെ അകലേക്ക് വലിക്കുന്നത്. ഇത് രണ്ടും ഏതാണ്ട് തുല്യമാകുമ്പോഴാണ് ഇതൊരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പം ചലനാത്മകതയും സ്ഥിരതയും, പ്രത്യേകം ശ്രദ്ധിക്കുക, ചലനാത്മകതയും സ്ഥിരതയും പാലിക്കുക ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ളൊരു വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും പക്ഷാഭേദം കാണിക്കുക. ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതിന് പകരം ഒരു ചരിഞ്ഞേ നിൽക്കത്തുള്ളൂ നമ്മളെപ്പോഴും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് വിചാരിക്കും. നമ്മളാരും ഓസ്ട്രേലിയക്കാരുമല്ല, നമ്മളാരും ഇംഗ്ലീഷുകാരുമല്ല. പക്ഷേ ഈ കളി നാം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ പക്ഷം ചേർന്നായിരിക്കും കളി കാണുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഫുട്ബോൾ ഭ്രാന്താണ്. അർജൻറ്റീന, ബ്രസീൽ, ചിലർ അർജൻറ്റീന, ചിലർ ബ്രസീൽ. അപ്പോൾ അവിടെ കളിക്കാരുടെ കോലമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് കളി കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കാറില്ല.
നമുക്ക് ഒന്ന് ചാഞ്ഞ് ഒരു പക്ഷം ചേർന്നെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലും ആസ്വദിക്കാൻ സാധിക്കൂ. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. നാം യേശുവിനെ പരിഗണിക്കുമ്പോൾ യേശു ആരുടെയും പക്ഷത്തായിരുന്നില്ല. അതുകൊണ്ടാണ് യഹൂദന്മാരോടും ശമര്യക്കാരോടും സമാനമായി യേശുവിനെ ഇടപെടുവാനുള്ള സ്വാതന്ത്ര്യം, ആന്തരികമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ധനികരെയും പാവപ്പെട്ടവരെയും ഒരുപോലെ കാണുക. ധനികരെ വെറുത്തില്ല. അതുകൊണ്ട് ധനികരുടെ ക്ഷണം യേശു സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശിമോൻ എന്ന് പറയുന്ന പരീശൻ്റെ വീട്ടിൽ യേശു ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ അവൻ മതപ്രമാണിയാണ്, അവന് സാമാന്യ സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കടന്നു വന്ന് അവൾക്ക് യേശുവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടി യേശു നൽകുകയാണ്. അതാണ് പ്രത്യേകത. ഒരു മെത്രാനും ഇന്നും ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ദീർഘകാലത്തിന് ശേഷമാണ് എനിക്ക് വെളിപ്പെട്ടു വന്നത്. അതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമുക്ക് 2 കാലുണ്ട്. ഞാനീ കാണിക്കുന്നത് കാലല്ല, കൈയാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇതെൻ്റെ കാലാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 കാലും ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ശരിക്കും നടന്നു പോകാൻ സാധ്യമാകൂ. ഇപ്പോൾ ഒരു കൈ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വ്യക്തിത്വം ഇങ്ങനെയാണ്. ഇതിലൊരു വലിയ വൈകല്യമുണ്ട് എന്ന് ആളുകൾ അറിയുന്നില്ല. കാരണം എല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ആരും നേരെ ചൊവ്വേ നല്ല അന്തസ്സോടുകൂടെ നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആധ്യാത്മികമായ മേഖലയുടെ കാര്യമാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് യേശു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ചിന്ത മതപരമായ മേഖലയിൽ നാം ചിന്തിക്കുമ്പോൾ, നാം ചിന്തിക്കുന്നോ ഇല്ലയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ജീവിക്കുന്ന ശവങ്ങളെ പോലെയാണ് ഭൂരിപക്ഷം ആളുകളും. അത് എന്തുകൊണ്ടാണ്? ഒരു വശത്തോട്ടുള്ള വലി മാത്രമേ നാം അനുഭവിക്കുന്നുള്ളൂ. അതായത് സഭ എന്തു പറയുന്നു, സഭ എന്ത് പഠിപ്പിക്കുന്നു, അച്ഛൻ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്, മെത്രാൻ്റെ കൽപ്പന എന്താണ്, മെത്രാൻ തിരുവായ് മൊഴി എന്നത് എന്താണ്, ഈ ഒരു ആശയത്തെപ്പറ്റി സഭ പരമ്പരാഗതമായിട്ട് പൂർവികന്മാരെന്താണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും വിലയേറിയ കാര്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് അപകടമായത്. അതിന് വിപരീതമായിട്ട് ഒരു വലി ഉണ്ടാകണം, എപ്പോഴും ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ മാത്രമേ നമുക്ക് നിവർന്ന് നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ വിശ്വാസി ആരാണ്? ഇങ്ങനെ ഒരു വശത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്ന അത് കുറച്ച് കഴിയുമ്പോൾ അത് പക്ഷാഘാത രോഗമായി മാറുമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ചാഞ്ഞ് അദ്ദേഹം കിടപ്പായതാണ്, പിന്നെ എഴുന്നേക്കത്തില്ല. അപ്പോൾ അവനെയോടാണ് യേശു പറയുന്നത്, നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. കാരണം എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾക്ക് നേരെ തിരിഞ്ഞ് നീ ചിന്തിക്കണം. അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പം എന്താണ്? അവനെ ആരെങ്കിലും കട്ടിലിൽ കിടത്തി ചുമന്നുകൊണ്ട് നടക്കണം. അതാണ് ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിന്, ആ ചിന്തിക്കുന്ന വിധത്തിന് വിരുദ്ധമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. അവനങ്ങനെ കിടപ്പായി പോയത് അവൻ്റെ ശരീരത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അവൻ്റെ ഉള്ളിൽ പാപം ഉണ്ടായിട്ടാണ്. എന്താണ് ഈ പാപം? ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ഈ ഭാഗികമായി ചിന്തിക്കുക മാത്രം ചെയ്യുക, ഏതെങ്കിലും വശം പിടിച്ച് സൈഡ് പിടിച്ച് ഇങ്ങനെ കിടക്കുക, അങ്ങനെ ആയിരിക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും സത്യമെന്തെന്ന് തിരിച്ചറിയുവാനോ, യാഥാർത്ഥ്യബോധത്തിൽ വളരുവാനോ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനോ, ദൈവികമായ ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിച്ച് അതിൽ നിൽപ്പാനോ സാധ്യമല്ല. അതിങ്ങനെ കിടക്കും. നമ്മുടെ കിടപ്പ് അങ്ങനെയാണ്. നാം ജീവിക്കുന്ന ശവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യർക്ക് ഒരു വ്യത്യാസം, വിടുതൽ നൽകുന്ന വ്യത്യാസം അനുഭവിക്കണമെങ്കിൽ ഈ ചാഞ്ഞ് കിടക്കുന്നതിനെ നിവർത്തുന്നതിന് വേണ്ടി ഇങ്ങോട്ടൊരു വലിക്കണം. അത് വളരെ ലളിതമാണല്ലോ. ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ നാം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സങ്കല്പങ്ങളുടെയും
അടിയിരുപ്പുകളുടെയും താല്പര്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അനുമാനങ്ങളുടെയും ഭാരം പേറിക്കൊണ്ടാണ് നൂർന്ന് നിൽക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ കിടക്കുകയാണ്. തോമാച്ചനും കറിയാച്ചനും കുരിയാച്ചനും എല്ലാം ഇങ്ങനെ കിടപ്പാണ്. എന്നാൽ നമുക്ക് നിവർന്ന് നിൽക്കുവാൻ ഒരു അവകാശമുണ്ട്, ആവശ്യമുണ്ട്. അതിനെന്ത് ചെയ്യണം? ഇങ്ങനെ കിടക്കുന്നതിനെ ഇങ്ങോട്ട് വലിക്കണം. ആ വലിയുടെ പേരാണ് ഭാഗ്യവചനങ്ങൾ. അതുകൊണ്ടാണ് ആ സമൂഹത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന എല്ലാ സങ്കല്പങ്ങൾക്കും വിരുദ്ധമായ പഠിപ്പീരുകൾ മാത്രമാണ് ഈ ഭാഗ്യവചനങ്ങളായി യേശു അവതരിപ്പിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ, അരനൂറ്റാണ്ട് അന്വേഷിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായും അറിയാം ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുവാൻ ഇടയില്ല. എന്നാൽ വളരെയധികം പ്രാവർത്തികമായ അർത്ഥമുള്ളതും നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിനും ആത്മീയ ജീവിതത്തിൻ്റെ പുനരുത്ഥാനത്തിനും വളരെയധികം നന്മ ചെയ്യുവാൻ സാധ്യതയുള്ളതുമായ ഒരു ആത്മീയ വെളിപ്പെടുത്തലാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് ഏവരോടും പറയാനുള്ളത്, ഈ ഭാഗ്യവചനങ്ങൾ അപ്രകാരം അതേപടി ആചരിക്കണമെന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും നാം മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സംസ്കാരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും എന്താണെങ്കിലും അതെപ്പോഴും ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നതാണ്, ഒരിക്കലും നേരെ നിൽക്കുന്നതല്ല. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ നാം അനിവാര്യമായി എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ആ ഒരു ചായ്വിനെ ഒന്ന് നിവൃത്തിയെടുക്കുന്നതിന് ഒരു കടമയുണ്ട്. നേരെ നിൽക്കണം. അതിനെന്ത് വേണം? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങൾക്ക് വിപരീതമായ ആശയങ്ങൾ, ചിന്തിക്കുന്ന വിധങ്ങൾ, ലക്ഷ്യങ്ങൾ അനുധാവനം സ്വീകരിക്കുകയും അവയെ പ്രാവർത്തികമാക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൽ സന്തുലിത ഉണ്ടാകുകയുള്ളൂ. ഈക്വലിബ്രിയം, സന്തുലിത. അത് സാമൂഹ്യ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകണമെന്ന് വെച്ച് പഠിപ്പിക്കുന്നു. നീയും നിൻ്റെ അയൽക്കാരനും. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? നിന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെ. ഇപ്പോൾ അങ്ങനെയല്ല. ഇത് നീയാണെങ്കിൽ ഇങ്ങനെയാണ്, ഏങ്കോണിച്ചാണ് കിടക്കുന്നത്, അല്ലേ? യഹൂദിന് പറ്റിയ കുഴപ്പം അതാണ്. അവൻ മുകളിലും ശമര്യക്കാരൻ താഴെയുമാണ്. യേശു അങ്ങനെ പോരാ, അത് പോരാ, അതാ ഇങ്ങനെ വരണം. സന്തുലിത ഉണ്ടാകണം. എന്നാൽ മാത്രമേ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ആരോഗ്യമുണ്ടാകുകയുള്ളൂ. സൗഖ്യമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സൗഖ്യത്തെപ്പറ്റി എന്താണ് ആരും ചിന്തിക്കാത്തത്? ഇതെന്തുകൊണ്ട് ആളുകൾ താല്പര്യപ്പെടാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നാം വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ചരിഞ്ഞുള്ളൊരു കിടപ്പാണ്. എന്തിനോടും പക്ഷാഭേദം. ഇപ്പം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ, എൻ്റെ സഭ, അവിടെ എന്ത് ആണെങ്കിലും അതിനെ ഞാൻ ന്യായീകരിക്കും. സഭയുടെ ലാഭം മാത്രം. ആഫ്രിക്കയിൽ നിന്ന് 5 ആന ഇറക്കുമതി, സർക്കാർ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അതിലൊന്ന് എൻ്റെ സഭയ്ക്ക് വേണം എന്ന് പറയും. അത് ആനയെക്കൊണ്ട് പ്രയോജനം ഉണ്ടോ ഒന്നും ചിന്തിക്കത്തില്ല. അതിലൊന്ന് എനിക്ക് വേണം, എൻ്റെ സഭയ്ക്ക് എനിക്ക് വേണമെന്ന് പറയും. എൻ്റെ സഭയ്ക്ക് വേണം. എൻ്റെ സഭയിൽ എന്തെല്ലാം അഴിമതിയുണ്ട്, അക്രമമുണ്ട്, അരാജകത്വമുണ്ട്, അതിനെ ഞാൻ വാളുകൊണ്ട് സംരക്ഷിക്കും. അത് ഈ കിടപ്പാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. നുകർന്നു നിന്നുകൊണ്ട് സത്യസന്ധമായ യാഥാർത്ഥ്യബോധത്തോടെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ആരോഗ്യമുള്ളൊരു വ്യക്തിത്വം പ്രാപിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കടമയുണ്ട് എന്ന് നിങ്ങളെ ഒരു സഭയിലുള്ള ചുമതലക്കാരും ഉദ്ബോധിപ്പിക്കുകയില്ല. സത്യം. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ സഭയോടുള്ള അടിമത്വത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച ശേഷം മാത്രമാണ് എന്ന് ഞാൻ കർത്തൃനാമത്തിൽ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുൻപേ വളരെ പ്രകടമായ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. അതായത്, എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ഊന്നൽ നൽകിയത്? ഇപ്പോൾ ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നുവല്ലോ. യേശു
ഉത്തമനായ അതുല്യനായ ഒരു അധ്യാപകൻ കൂടെ ആയിരുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ്, ദ ടീച്ചർ ഓഫ് ടീച്ചേഴ്സ്. ഞാൻ യേശു എന്ന വലിയ അധ്യാപകനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഒരു 100 കണക്കിന് ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ രോഗസൗഖ്യം അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി നൽകുന്നതിനേക്കാളൊക്കെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനാണ് താല്പര്യം. എന്തുകൊണ്ടാണ്? അവർക്ക് ആത്മീയമായ വ്യക്തിത്വം ഉണ്ടാകണം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലെല്ലാം ഈ വിപ്ലവാത്മകമായ വ്യതിയാനം ഉണ്ടായിരിക്കും. നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ കൂടുതൽ ശക്തീകരിക്കുന്നതിന് വേണ്ടി യേശു ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അന്നത്തെ മത സംരക്ഷകരായ ആളുകൾ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് ഭ്രാന്ത് പിടിച്ചു. കാരണം മതത്തെ ഒരു സംവിധാനമായി അധപ്പതിപ്പിച്ച ശേഷം അതിൻ്റെ പങ്ക് പറ്റി നടക്കുന്ന ആളുകൾക്ക് മനുഷ്യരിങ്ങനെ ചാഞ്ഞു കിടക്കുക, അവരെ ആശ്രയിച്ച് കിടക്കുക, അങ്ങനെ ആണ് അവർക്ക് നല്ലത്. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ജനത്തിന് എന്തെല്ലാം നഷ്ടവും ബലഹീനതയും അരിഷ്ടതയും ഉണ്ടാകുന്നുവെന്ന് അവർക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് അവരോടും പറയാനുള്ളത്, നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവിഷ്കരിക്കാവുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്താണ്? അത് കവലയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു തെരുവിൽ കൂടെ യേശുവിൻ്റെ പടവും പൊക്കിക്കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ പ്രതിമയും വെച്ചുകൊണ്ട് നടന്നു പോകുന്നതല്ല, ഒരു റാസ നടത്തുന്നതല്ല. എന്താണ്? ആത്മീയമായ ആരോഗ്യവും വെളിച്ചവുമുള്ള വ്യക്തിത്വം യേശുവിൻ്റെ നാമത്തിൽ ലോക സമക്ഷം സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ വെളിച്ചത്തിന് സന്തുലിതയുണ്ട്. വെളിച്ചം ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നതല്ല, നമുക്കറിയാം. ചാഞ്ഞു കിടക്കുന്നതിനും മാഞ്ഞു കിടക്കുന്നതിനും ഒക്കെ അതീതമാണ് വെളിച്ചം. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നാം വളരണമെന്നാണ് യേശു പറയുന്നത്. അതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് ആരോടും ചാഞ്ഞു കിടക്കുന്നില്ല, അത് നേരെ തന്നെയാണ്. ഉണ്ടെങ്കിൽ നേരെയാണ്, ഇല്ലെങ്കിൽ ഇല്ലാത്തേ ഉള്ളൂ. കാരമില്ലെങ്കിൽ അത് വെളിയിലിട്ട് ചവിട്ടി മെതിച്ച് കളയും. ഇതൊരു വളരെ വളരെ ശ്രദ്ധേയമായ ആത്മീയമായ തിരിച്ചറിവായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇത് അറിവായി മാത്രം വരുന്നാൽ ഒരു പ്രയോജനവുമില്ല. ഇത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകൾ എത്ര അഭൗമമാണ്, എത്ര വിലയേറിയതാണ്, എത്ര വിടുതലിൻ്റെ മർമ്മം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നാം ഇപ്പോൾ ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത്, നേരെ നിൽക്കാനുള്ള കെൽപ്പ് നമുക്കില്ല. എന്നാൽ നാം എങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്നുവോ അതിന് നേരെ വിപരീതമായിട്ട് ഒരു വലി ഉണ്ടാകണം, എപ്പോൾ ഉണ്ടാകണം. ഒരു ചെറിയ പ്രാവർത്തികമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു മനുഷ്യനാണ്, ബലഹീനനാണ്. അതിരാവിലെയുള്ള മണിക്കൂറുകളാണ് ബൗദ്ധികമായും ആത്മീകമായും അധ്വാനം ചെയ്യുവാൻ ഏറ്റവും നല്ലത് എന്ന് ഞാൻ വളരെ നാൾ മുൻപേ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് എൻ്റെ ജോലി ആരംഭിക്കണമെന്നുള്ളത് അതിനെപ്പറ്റി എനിക്ക് വളരെ കർക്കശമുണ്ടായിരുന്നു. I was always very keen to have an early start. അപ്പോൾ ആദ്യകാലങ്ങളിൽ അത് വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം 4 മണിക്ക് എഴുന്നേറ്റു, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് മനസ്സ് പറയും, ഓ വേണ്ട, ഒരു 5:30 എഴുന്നേറ്റാൽ മതി എന്നെൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? 4 മണിക്ക് എഴുന്നേൽക്കുന്നതിന് പകരം 3:30 എഴുന്നേൽക്കും. അതിനാണ് ഞാൻ പറയുന്നത്, ഈ കോൺട്രറി പുൾ, മറ്റ് എതിർ ദിശയിലേക്കൊരു വടംവലി നടത്തണം. അങ്ങനെയാകും. അങ്ങനെ എന്നോട് മത്സരിച്ചാണ് ഞാനിപ്പോൾ ഏത് സമയത്ത് എഴുന്നേൽക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് രാത്രിയിൽ ഉറക്കം ആരംഭിച്ചാൽ ഒരു അലാറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേ സമയത്ത് ഉണരുവാനും
തക്ക സമയത്ത് ജോലി ആരംഭിക്കാനുമായിട്ടുള്ള ഒരു അച്ചടക്കം എൻ്റെ ജീവിതത്തിൽ സ്ഥാപിച്ചെടുത്തത് ഈ ചായ്വിനോട് യുദ്ധം ചെയ്ത് എൻ്റെ സമയപാലന ശക്തിയെ ഏതാണ്ടൊരു സമചിത്തത, ഒരു ഈക്വിലിബ്രിയം, ഒരു ബാലൻസിൽ കൊണ്ട് നിർത്തത്തക്കവണ്ണം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ്, എൻ്റെ മനസ്സെന്നെ ഇങ്ങോട്ട് വലിച്ചപ്പോൾ അതിനെതിരായിട്ട് ഞാൻ വലിച്ചപ്പോഴാണ് നിവർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിൽ പവർ എന്ന് പറയും. വിൽ പവർ അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിൽ പവർ വളർത്തിയെടുക്കേണ്ടത്? ഹൗ ഡു വി ഡെവലപ്പ് ആ വിൽ പവർ? നമ്മുടെ ബലഹീനത കൊണ്ട് നാം ഈ സൈഡിലോട്ട് ചായുമ്പോൾ അതിനെതിരെ നാം തന്നെ നടത്തുന്ന വടംവലിയുടെ പേരാണ് ഡെവലപ്മെൻറ്റ് ഓഫ് വിൽ പവർ. നമ്മുടെ ഇച്ഛാശക്തി അങ്ങനെ മാത്രമേ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ബലഹീനതയുടെ സാഹചര്യത്തിൽ അതിനെ ന്യായീകരിക്കുന്നതിന് പകരം ഇല്ല, ഞാൻ കുറേ കൂടെ ധൈര്യം കാണിക്കും എന്ന് വരുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ നിന്ന് ക്രമേണ നമുക്ക് വിടുതൽ പ്രാപിച്ച് നാം ആരോഗ്യമുള്ളവരായി രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നുണ്ട്. അവളിങ്ങനെ കുനിഞ്ഞു നിൽക്കും. അവൾക്കൊന്ന് നിവർന്ന് നിൽക്കുവാൻ, അവളുടെ നട്ടെല്ലിന് യഥാർത്ഥത്തിൽ കഴിവുണ്ടെന്ന് അവൾക്ക് അറിയാൻ വയ്യായിരുന്നു. കാരണം അവളും ഈ സാർവലൗകികമായ മനുഷ്യ ബലഹീനതയുടെ ഇരയായിരുന്നു. അവളുടെ നട്ടെല്ലിൽ നുകരുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയുവാൻ കൂട്ടാക്കുക പോലും ചെയ്ത ആരും അവിടെ ഇല്ലായിരുന്നു, യേശുവല്ലാതെ. അങ്ങനെയുള്ളൊരു യേശുവിനെയാണ് വചനം വെളിപ്പെടുത്തുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ആ യേശുവിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഭാഗ്യവചനങ്ങൾ, അവൻ ഓതിത്തന്ന ഭാഗ്യവചനങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ഈ പഠിപ്പീരുകൾ, അതിൽ ഉൾപ്പെടുന്ന വെളിപ്പെടുത്തുകൾ എത്ര മാഹാത്മ്യമേറിയതാണ്. മനുഷ്യ വ്യക്തിത്വത്തിന് ഇത്രമാത്രം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന മറ്റ് ഉത്ബോധനങ്ങളില്ല എന്ന് നമുക്ക് ബോധ്യം. അത്രമാത്രം പ്രാവർത്തികമാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, യേശുവിൻ്റെ ഓരോ പഠിപ്പീരുകളും അത്രമാത്രം പ്രാവർത്തികമാണ്. പക്ഷേ അപ്രകാരം അതിനെ കാണുവാനും മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കഴിഞ്ഞ 2000 വർഷം വേണ്ടതുപോലെ വിശ്വാസ സമൂഹം കൂട്ടാക്കിയില്ല എന്ന ഒരു ദൗർഭാഗ്യകരമായ ചരിത്ര യാഥാർത്ഥ്യം കൂടെ ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഈ ആശയത്തെപ്പറ്റി പ്രത്യേകമായി നിങ്ങൾ വീണ്ടും ചിന്തിക്കണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.